നേടിയതല്ല, ഇതൊന്നുമെൻ കഴിവുകളല്ല. ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നുമെൻ കഴിവുകളല്ല. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. എല്ലാം ദൈവത്തിൻ ദാനമല്ലോ, ഇതെല്ലാം കൃപയൊന്നു മാത്രമല്ലോ. ഒന്നും ഞാൻ നേടിയതല്ല, ഇതൊന്നുമെൻ കഴിവുകളല്ല. ഇന്നീ കാണും സൗഭാഗ്യമെല്ലാം സ്വർഗം നൽകിയ സമ്മാനമാ. ഇന്നീ കാണും സൗഭാഗ്യമെല്ലാം സ്വർഗം നൽകിയ സമ്മാനമാ. കണ്ണുനീർ തൂകി ഞാൻ പ്രാർത്ഥിക്കും വേളകളിൽ കണ്ണിൻ മുൻപിലായോടിയെത്തി. കണ്ണുനീർ തൂകി ഞാൻ പ്രാർത്ഥിക്കും വേളകളിൽ കണ്ണിൻ മുൻപിലായോടിയെത്തി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നല്ലവനായ ഈശോയെ, ഞങ്ങളെ എല്ലാവരെയും ഈ കുടുംബത്തിൽ ഓർമ്മൂട്ടി നിന്നോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. 25 വർഷം വൈദിക സേവനത്തിൽ കഴിയുവാൻ ഞങ്ങളെ എന്നെ അനുഗ്രഹിക്കുകയും ഞാൻ വഴി കുടുംബത്തിൽ അനേക അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം ഉള്ള എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ കുർബാനയും അത് കഴിഞ്ഞുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ അങ്ങയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇനി യാത്ര ചെയ്യുന്ന വ്യക്തികളെയും ഈ വിശുദ്ധ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കണമേ. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേ. സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസവും ഞങ്ങളെയും അകറ്റി നിർത്തി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകി ഇന്നത്തെ ദിവസം ഭംഗിയാക്കി തീർക്കണമേ. ഇവിടുന്ന് പോകുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹത്താൽ നിറയ്ക്കുകയും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം ദാതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിട
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. യൂദയ രാജാവായിരുന്ന ഹെറോദസിന്റെ ഭരണകാലത്ത് അബിയായി കുടുംബത്തിൽപ്പെട്ട സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരിൽ ഒരുവളായ എലീശാബിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഭർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുശാസനകളും അന്യനും പാലിച്ചിരുന്ന അവരേവരും ദൈവത്തിന് സംപ്രീതനായിരുന്നു. എലീസ്ബാസ് വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് സന്താനമില്ലായിരുന്നു. അവരിരുവരും വളരെ പ്രായം ചെന്നവരുമായിരുന്നു. സഖറിയ തൻ്റെ വിഭാഗത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന തവണ വന്നപ്പോൾ ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷ നടത്തി വരികയായിരുന്നു. അവസരത്തിൽ പൗരോഹിത്യ മുറപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപാർപ്പണം നടത്തുവാനുള്ള നറുക്ക് അദ്ദേഹത്തിന് വീണു. ധൂപാർപ്പണ സമയത്ത് ജനം മുഴുവൻ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്നതായി അദ്ദേഹത്തിന് കാണപ്പെട്ടു. ദൂതനെ കണ്ടപ്പോൾ സഖറിയ അസ്വസ്ഥനും ഭയവിഹുലനുമായിത്തീർന്നു. ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഖറിയ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലീസ്ബ ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിൽ വളരെ പേർ സന്തോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ അവരുടെ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് അവൻ തിരികെ കൊണ്ടുവരും.
പിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും അനുസരണയില്ലാത്തവരെ ധാർമ്മികരുടെ വിജ്ഞാനത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഒരുക്കമുള്ള ഒരു ജനതയെ കർത്താവിന് വേണ്ടി തയ്യാറാക്കാനായി ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ അവൻ അവിടുത്തെ മുമ്പിൽ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ മനസ്സിലാക്കും? ഞാനൊരു വൃദ്ധനും എൻ്റെ ഭാര്യ പ്രായം കഴിഞ്ഞവളുമാണല്ലോ. മറുപടിയായി ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാവുന്നു. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാനുമായി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകുവാനിരിക്കുന്ന എൻ്റെ ഈ വാക്കുകൾ നീ അവിശ്വസിച്ചതിനാൽ അവ സംഭവിക്കുന്ന ദിവസം വരെ നീ സംസാരശക്തി നഷ്ടപ്പെട്ട മൂകനായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വെട്ടിക്കൽ സന്യാച്ച അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയ സഹവൈദികരെ, സഹോദരങ്ങളെ, നമുക്ക് ഈ കുർബാനയ്ക്ക് ശേഷം അനുമോദന മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകൾ, ശുശ്രൂഷ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. കുർബാന മധ്യേയുള്ള ഈ പ്രസംഗത്തിൽ അല്പസമയം നമ്മൾ ചിന്തിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. 25 വർഷം മുമ്പ് സന്യാസൻ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുത്തു. അതാണ് പൗരോഹിത്യം. ചിലർ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നു, അവിവാഹിതരായിട്ട് കഴിയുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിതാന്തസ്സുകളുണ്ട്. രക്തസാക്ഷിയായ വിശുദ്ധ ഇഗ്നേഷ്യസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അന്തസ്സുകളുടെ ഉച്ചസ്ഥാനമാണ് പൗരോഹിത്യം. എന്ന് പറഞ്ഞാൽ ജീവിതാന്തസ്സുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലേറ്റവും മഹനീയമായതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പൗരോഹിത്യം. ഇക്കാര്യം 25 വർഷം മുമ്പ് തിരഞ്ഞെടുത്ത് അതിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയാണ് സണ്ണിയച്ചൻ. നമ്മളിന്ന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനെ ഓർത്ത് ഞങ്ങൾ MSF സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനമാണ് അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ ശുശ്രൂഷകളും. മറ്റു ചില വിശുദ്ധർ ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായൊരു കാര്യമാണ്. പ്രീസ്റ്റ്ഹുഡ് ഈസ് എ മിറക്കിൾ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമ്മൾ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരുടെ മധ്യസ്ഥനാണല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൗരോഹിത്യം എന്നത് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയ സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയ സ്നേഹമായിട്ട് പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. നമ്മൾ പുരോഹിതരെ, പൗരോഹിത്യത്തെ ഒരുപാട് വിലമതിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതാനും വിശുദ്ധരൊക്കെ നമ്മളെക്കാൾ കുറച്ചുകൂടിയൊക്കെ അറിവുള്ളവരാണല്ലോ. അപ്പോൾ ഈ വിശുദ്ധർ പുരോഹിതരെക്കുറിച്ച്, പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഭിമാനത്തോടെ നമ്മുടെ വൈദികരെ കാണാൻ പറ്റും. വൈദികർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും. ഒരിക്കലൊരു സഹോദരൻ്റെ സംസാരത്തിൽ വന്ന ഒരു കാര്യമാണ്, എൻ്റെ മക്കൾക്ക് ഞാനാണ് അപ്പനും അമ്മയും. എൻ്റെ കാരണം പറഞ്ഞത്, എൻ്റെ ഭാര്യ കിടപ്പ് രോഗിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാനാണ് അപ്പനും അമ്മയും എന്ന് പറഞ്ഞ പോലെ ഒരു പുരോഹിതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ വിസ്മരണീയമായ കാര്യങ്ങളാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ, പുത്രനായ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ, പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ, മാലാഖമാരുടെ സ്ഥാനത്ത് നിൽക്കാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതനെന്ന്. കാഴ്ചയിൽ ഒരു മനുഷ്യൻ, നമ്മൾ വൈദികരെ കണ്ടിട്ടില്ലേ, കാഴ്ചയിൽ നമ്മളെപ്പോലൊരു മനുഷ്യൻ, പക്ഷേ സ്വഭാവം കൊണ്ട് മറ്റൊരു ക്രിസ്തുവായി മാറേണ്ടവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വഭാവം കൊണ്ട്. അതുപോലെ വിശുദ്ധിയിൽ പിതാവിനെ പോലെ, പിതാവായി ദൈവത്തെ പോലെയായി മാറണം.
പല വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവൻ. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് വൈദികർ, സമർപ്പണ ജീവിതക്കാർ വിശുദ്ധി കൊണ്ട് പിതാവായ ദൈവത്തെ പോലെയായി തീരണം. പിന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തെ പോലെയായി തീരാൻ നമുക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചും അറിവ് സമ്പാദിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ദൗത്യം നിറവേറ്റുന്നവരായിട്ട് മാറണം. സ്നേഹം കൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെയായി മാറണം. അതുപോലെ സംരക്ഷണം, മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകി മാലാഖമാരെ പോലെയായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് പുരോഹിതരെന്ന്. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പുരോഹിതൻ ദൈവജനത്തിൻ്റെ കാവൽക്കാരനാണ്. ജെറമിയ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പുരോഹിതൻ ദൈവജനത്തിൻ്റെ ജീവശ്വാസമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പൗരോഹിത്യത്തിലേക്കുള്ള വിളി എത്ര മഹനീയമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, വിശുദ്ധരുടെ മൊഴികൾ എടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുരോഹിതൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാരിസോനിൽ അച്ഛനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ അതിരാവിലെ മുതൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. വ്യായാമം വളരെ നല്ലതാണ്. വ്യായാമം ഇനി ഒരു പുരോഹിതൻ്റെ വ്യായാമമായി മാറേണ്ടത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശുദ്ധി ബലികഴിക്കുന്ന ഒരു പുരോഹിതൻ യഥാർത്ഥ പുരോഹിതനല്ല. അദ്ദേഹത്തിൻ്റെ വ്യായാമം വിശുദ്ധിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. നമുക്കെല്ലാവർക്കും നേരം പോക്കുകളൊക്കെ ഉണ്ടല്ലോ, ഹോബീസും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വിശുദ്ധൻ്റെ നേരം പോക്കായി തീരേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് ദൈവ വചനം വായിച്ച് വചനത്തിൽ ആഴപ്പെടുക. പ്രാർത്ഥനയും വചനത്തിൽ ആഴപ്പെടുന്നതും ഒരു വൈദികൻ്റെ നേരം പോക്കായിട്ട് മാറണമെന്ന്. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു വൈദികൻ്റെ സൗഹൃദം യേശുക്രിസ്തുവുമായിട്ടായിരിക്കണം. യേശുക്രിസ്തുവുമായിട്ട് സൗഹൃദം പുലർത്താൻ വിളിക്കപ്പെട്ടവരാണ് പുരോഹിതർ. ഇക്കാര്യത്തിൽ പരാജയം വരുമ്പോഴാണ് മറ്റ് വേണ്ടാത്ത പല ബന്ധങ്ങളിലേക്കും റിലേഷൻഷിപ്പിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. പുരോഹിതൻ്റെ കാര്യം മാത്രമല്ല, സമർപ്പണ ജീവിതക്കാരും കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തുവുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം ഇല്ലാതെ വരുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറുക. അപ്പം അതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. നമ്മുടെ വൈദികരെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അവർ സുരക്ഷിതരാവുക. ഈ ഫുൾട്ടൻഷ്യൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാ വൈദികർക്കും രണ്ട് അമ്മമാരുണ്ട്. ഒന്ന് ജഡത്തിലുള്ള അമ്മ, രണ്ടാമത്തേത് ആത്മാവിലുള്ള അമ്മ. ജഡത്തിലുള്ള അമ്മയെന്ന് പറഞ്ഞ് ഇപ്പോൾ സണ്ണിച്ചൻ്റെ അമ്മച്ചി, സണ്ണിച്ചന് ജന്മം കൊടുത്ത വ്യക്തിയാണ്. പക്ഷേ സണ്ണിച്ചനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ അമ്മയാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. ഏതൊരു പുരോഹിതൻ മാത്രമല്ല, ദൈവമക്കൾക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായി മാറും. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണം നമുക്കുള്ളപ്പോൾ നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കും എന്നുള്ളത് വിശുദ്ധർ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധർക്കുണ്ടായിരുന്നതും അതുപോലെ തന്നെ പൗരോഹിത്യ സ്വീകരിച്ച വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു തൃതീയ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നുണ്ട്, ദമ്പതിമാരെ, നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധം മുറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവകൃപ സ്വീകരിക്കാൻ പറ്റില്ല. പറയുന്നുണ്ട്, ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുരോഹിതനുണ്ടായിരിക്കേണ്ട 3 ലെവലിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ്. ഒന്നാമത്തെ ബന്ധമാണ് നിത്യപുരോഹിതനായ യേശുവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധമുള്ള പുരോഹിതൻ വിശുദ്ധനായിരിക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും, ദൈവജനത്തെക്കുറിച്ച് കരുതലുള്ള വ്യക്തിയായിരിക്കും, സമർപ്പണ ബോധമുള്ള വ്യക്തിയായിരിക്കും. നിത്യപുരോഹിതനായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. രണ്ടാമത്തെ ബന്ധമാണ് സഹവൈദികരുമായിട്ടുള്ള ബന്ധം.
ഒരു വൈദികൻ, പൗരോഹിത്യം ഉപേക്ഷിച്ചു പോയ ഒരു വൈദികൻ, അദ്ദേഹത്തെക്കുറിച്ച് ആ രൂപതയിലുണ്ടായിരുന്ന അച്ഛന്മാർ പറഞ്ഞൊരു കാര്യം, രൂപതയിൽ പല മീറ്റിങ്ങിനും ഈ അച്ഛൻ വരത്തില്ലായിരുന്നു. അച്ഛൻ മറ്റു പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ പോയി അവസാനം അച്ഛൻ പൗരോഹിത്യം ഉപേക്ഷിച്ചതായിട്ട് കേൾക്കേണ്ടി വന്നെന്ന് പറയുന്നുണ്ട്. സഹവൈദികരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈദികരും സമർപ്പണ ജീവിതം നയിക്കുന്നവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. മൂന്നാമത്തെ ബന്ധമാണ് ദൈവജനത്തോടുള്ള ബന്ധം. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യം, ജനത്തെ സ്നേഹിക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്ന വൈദികർ ഒരു എതിർ സാക്ഷ്യമാണെന്ന്. ഇറ്റ്സ് എ സ്കാൻഡൽ. എതിർ സാക്ഷ്യം. അത് ക്രിസ്തീയ ജീവിതം പോലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ജീവിതമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ട ഒരു ജീവിതമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് സണ്ണിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. എല്ലാ വൈദികരെയും നമുക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ ബലിയിൽ സണ്ണിച്ചിനുണ്ടാകട്ടെ. അതുപോലെ തന്നെ ലോകമാസകലമുള്ള എല്ലാ വൈദികരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളിതുവരെ ഞങ്ങൾ വൈദികർക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിൽ ഞങ്ങളുടെ ജീവിതം കർത്താവിന് അർപ്പിച്ച് ദൈവജനത്തിന് അർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട ആ ഒരു സമർപ്പണ ബോധം, ജീവിത വിശുദ്ധി, പ്രാർത്ഥനാ ജീവിതം എല്ലാ വൈദികർക്കും ഉണ്ടാകുവാൻ തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാഭരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈവികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കണ്ണം നിറഞ്ഞ പോലെ അങ്ങേ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനി നിലവുമിതാ പാവന ബലിപീഠേ
പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയായും മറിയൗസേപ്പിനെയും സധരമോർത്തിട പവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാന്യതരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഫ്യന്മാരോടും ശ്രാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വെണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാ ഉന്നത വേദിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും തന്നെ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി അങ്ങയുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ബധിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും ജേക്കബ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, ശ്മശാന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധന്മാരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപെട്ടുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സണ്ണിച്ചിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും.
ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ അനുഗ്രഹത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാമാത്മാവാ. ഏകമനസ്സാ ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. ഉത്ഥാനത്തിനുമതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവൈശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്ലാഫനത്തിൽ വീഴാനിടവാക്കരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിസർജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, ഇന്നാത്മം ഞാൻ ഏകുന്നിതാ, എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനതാരിൽ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ നമ്മെ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ,
വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിനമോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേക്കും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോ എന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ.